സഹോദരൻ എന്നുള്ള നിലയിൽ അന്ന് ഈ മരണത്തെ എന്താണ് മനസ്സിലാക്കുന്നത്? എന്തായിരിക്കാം ഇതിൻ്റെ കാരണം വേറൊന്നുമില്ല. ഡിപ്രഷൻ കൊണ്ട് പുള്ളിയുടെ പണം നഷ്ടപ്പെട്ടതിലുള്ള ഡിപ്രഷൻ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ശാരീരിക അസ്വസ്ഥതകളുണ്ടായി, ദേഹത്ത് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. PRSലെ കോസ്മോയിൽ, പിന്നെ അവിടെ ഏതൊരു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, പിന്നെ മെഡിക്കൽ കോളേജിൽ 15 ദിവസം ഇതിലോളം പിന്നെ അഡ്മിറ്റ് ചെയ്ത് കിടന്നു. പരിശോധനകളൊക്കെ നടത്തി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവിടുന്ന് വിധി എഴുതിയത്. എന്നാലും പുള്ളിയുടെ ചൊറിച്ചിൽ കുറയുന്നില്ല. ചൊറിഞ്ഞ് ഈ ദേഹമല്ല, പ്രത്യേകിച്ച് കൈയും കാലും അടന്നുമ്പോൾ ബ്ലീഡിങ്ങും അതുപോലെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു കാണുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലായത് ഈ ഡിപ്രഷൻ കൊണ്ടാണ് ഉണ്ടായതെന്നാണ് അലോപ്പതി വിദഗ്ധന്മാർ പറയുന്നത്. അത് നമുക്കറിയാവും. പക്ഷേ അത് കുറയുന്നില്ല ചികിത്സിച്ചിട്ട്. അങ്ങനെ വേറെ ഒരു വിദഗ്ധനെയും കണ്ട് 8 ദിവസമായിട്ട് ആയതേ ഉള്ളൂ. ഇപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ചെവിയിലൊരു ബുദ്ധിമുട്ട് തോന്നി. അത് മെഡിക്കൽ കോളേജിൽ പോയി ചെയ്ത് അത് കുഴപ്പമില്ല. അങ്ങനെ ഇതെല്ലാം കൂടെ ആയപ്പോൾ ആകെ മാനസികമായി തകർന്നതാണ് കാരണം. കാശ് തിരികെ കിട്ടാനുള്ളത് കുറിച്ച് എന്തെങ്കിലും സഹോദരൻ പറഞ്ഞിരുന്നോ? ഇടപെടലുണ്ടായോ എന്ന് പറഞ്ഞാൽ പുള്ളി ഈ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്തോ കേസെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അരുവിക്കര പോലീസായിട്ട്. പിന്നെ ഈ പറഞ്ഞ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിന് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സൊസൈറ്റിയുടെ സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കാനൊക്കില്ല. പിന്നെ അവിടുത്തെ കണക്കുകൾ പരിശോധിച്ച് കിട്ടാനുള്ളവരിൽ നിന്ന് ഈടാക്കാൻ കഴിയുമെങ്കിൽ ഒരു പക്ഷേ കാലാന്തരത്തിൽ കിട്ടും. പക്ഷേ അത് കഴിയില്ല എന്നാണ് പുറത്തു നിന്ന്, ഞാൻ ഈ രേഖകളൊന്നും കാണാത്ത ആളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പുറത്തു നിന്ന് മനസ്സിലാക്കിയിടത്തോളം ഇതെല്ലാം പ്രോപ്പർ രേഖകളില്ലാതെയാണ് അവിടുന്ന് വായ്പയോ ചിട്ടി അഡ്വാൻസോ ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. കൃത്യമായി പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തും ചെറിയൊരു വീഴ്ച വന്നിട്ടുണ്ട്. അവർ കൃത്യമായി പരിശോധിച്ച് അല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് അറ്റം വരെയും പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് സംഭവിച്ചതിന് ശേഷമേ നമുക്ക് മനസ്സിലായി. എല്ലാ സംഘങ്ങളിലും ഒരുപക്ഷെ എല്ലാവരും കുഴപ്പക്കാരല്ല, പാവങ്ങളായ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെല്ലാം ചെന്ന് പെടുന്നതാണ്. അതിൽ 1-2 ആളുകളാണ് കുഴപ്പക്കാർ. ഇതിപ്പോൾ ഈ പറഞ്ഞു കേട്ടിട്ട് ഒരു 1.5 വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായി കണക്ക് അറിഞ്ഞുകൂടെ, നമ്മൾ കണക്ക് കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. അതായത് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതും പിന്നെ 42 വർഷമായി മനോരമയിൽ സേവിക്കുന്നു. ഭാര്യ ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്തു. ആ പണം എല്ലാം കൂടെ പലയിടത്തുമൊക്കെ നിക്ഷേപിച്ചിരുന്ന എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ സൊസൈറ്റി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് 20,000 രൂപ കിട്ടിയെന്നാണ് ഞാൻ കണ്ട ന്യൂസ്. അതിന് അതിൽ കൂടുതലൊന്നും കിട്ടാൻ വഴിയില്ല. പല പ്രാവശ്യം ചോദിച്ചു. അവിടുത്തെ അവർ പല ഒഴിവഴികളും പറഞ്ഞു മാറിയെന്നാണ് പറയുന്നത്. വിഷമമേ ഉള്ളൂ. ആള് ഏകദേശം കണ്ടാൽ നമുക്ക് ഒരു കഷ്ടം തോന്നുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യമൊക്കെ പോയി, മാനസികമായി തകർന്ന്, ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റൊന്നുമില്ല. അതൊക്കെ അങ്ങനെ പോയായിരുന്നു. പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അസ്തമിച്ചു. അതാണ് അതിൻ്റെ കാരണം.